ചേട്ടൻ അറിയപ്പെടുന്ന തന്നെ ഇപ്പം ധ്യാൻ ചേട്ടൻ കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കിരീടങ്ങളൊന്നും വേണ്ടല്ലേ. ഉള്ള പൊരുത്തം നിങ്ങളായിട്ട് കളയരുതല്ലോ. അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഒക്കെ ഞങ്ങൾ പോണതാ. നിങ്ങള് പോയി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി അടി ഉണ്ടാക്കാൻ. കുണ്ടിയല്ല ഒരു കൺട്രി. എന്ത് കൺട്രി അടിയുള്ളത്? ഇത്ര ആക്ഷൻ കാണിച്ച് എനിക്ക് പേടിയാവണം. ഇങ്ങനെ ഒരു സാന്തി ഇങ്ങനെ പുക പോകും. കമ്പിത്തിരി പൂത്തിരിയാ ഒരു ജാതി ഞാൻ ആ പാട്ടിൽ ശ്രദ്ധിക്കാൻ എനിക്കാണെങ്കിൽ ഒട്ടും പറ്റാത്ത പണി. രണ്ട് കറിയാവും വീണു. വീണതാണ്. ഇങ്ങനെ കൊച്ചിട്ട് ഇങ്ങനെ മേനൊക്കെ നാണ്ട് ഞാൻ വെറലൊക്കെ മാറിപ്പോയോ? എന്താണ് ഈ ഹാപ്പിനെസിന്റെ ഒരു ഇതാണെന്ന് പറയാൻ പറഞ്ഞിട്ട് അല്ലേ അല്ലേ എവിടെ കൊണ്ട് എന്റെ അപ്പന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇങ്ങനെ കൊണ്ട് തന്നെ കെട്ടിക്കണം. എനിക്കൊന്നും ഇഷ്ടമായില്ല. ഭയങ്കര ചാടയാന്ന് പറഞ്ഞു. ശരിക്കും ഒഫീഷ്യലി കിട്ടുന്ന അവസരമാണ്. അത് മുതലെടുക്കാൻ വേണ്ടി ഈ കശ്മലൻ വീണ്ടും ഒരുപാട് പെൺപിള്ളേരെ കാണാൻ പോയി. പോരട്ടെ, എന്തായാലും അവിടെ എത്തി. ഞാൻ ഫസ്റ്റ് പെണ്ണാണല്ലോ. പുള്ളിക്കാരുടെ 56 എന്തിനു പറയണു? നിതയുടെ ഫാദർ എന്നോട് ചോദിച്ചാൽ എന്റെ മോക്കൊരു ജീവിതം കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്നാ. അപ്പൊ അങ്ങനെ എന്തിനു പറയണു? ലാസ്റ്റ് ചിറ്റിക്ക് ഇറങ്ങി തലയിൽ വരേണ്ടത് വരുന്നു, പെടുന്നവർ പെടുന്നു. ഞാൻ കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. നിങ്ങൾ നേരത്തെ ഭയങ്കര പ്രണയിച്ച് ഭയങ്കര ഡെപ്തിൽ ഐ മീൻ അല്ല അപ്പൊ അവിടെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു? എനിക്ക് ഉണ്ടായിരുന്നല്ലോ. ഒരു നാക്കുള്ള ഒരാൾക്ക് ഭയങ്കര കെങ്കേമായിട്ടുള്ള ആൾക്കാരുടെ വിശേഷങ്ങളൊന്നും കേൾക്കൂലോ. അങ്ങനെ ഒരു ഫാനായി മാറിയതാണ് ഇദ്ദേഹം. ഞാൻ ഉദ്ദേശിച്ചത് മിടുക്കൻ കല്ലിപ്പുള്ളികളായ പിള്ളേര് പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. തൊട്ട് സീനിയർ ആയിട്ടുള്ള ചേച്ചിമാർ ഇങ്ങനെ അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ആ കഥ ചേച്ചിമാരുടെ അനുഭവം പറഞ്ഞു എന്നെ പറ്റി. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ചേച്ചിമാരുടെ ചേട്ടന്മാരുണ്ടാവും. വില്ലത്തി അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് അറിയാം. എനിക്ക് മാത്രമാണ് അതിന്റെ സത്യം അറിയുന്നു. പണി വരുന്നുണ്ട് അവറാച്ച. കണ്ടറിയണം കോശി, നിനക്ക് എന്താ സംഭവിക്കാതെ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് നമ്മളുടെ ഉള്ളത് ഒരു അടിപൊളി കപ്പിളാണ്. നമ്മളെ എല്ലാം എന്റർടൈൻ ചെയ്യിച്ച് നമുക്കെല്ലാം കാണാൻ ഭയങ്കര സന്തോഷമുള്ള ഒരു കപ്പിൾ. ലെറ്റ്സ് വെൽക്കം റോമി ആൻഡ് നിത. താങ്ക് യു. നമസ്കാരം. ഹലോ ഹായ്. എന്താണ് ഈ ഹാപ്പിനെസിന്റെ ഒരു നിതയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിതയാണ് എന്റെ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയാൻ. അല്ലേ അല്ലേ എവിടെ കൊണ്ട് കളഞ്ഞ് തുടക്കം തന്നെ കളഞ്ഞു. പക്ഷെ എന്നാലും പറഞ്ഞ പോലെ ഭാര്യമാരാണ്. നമ്മൾ വീട്ടിലേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാ ടെൻഷനും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നത് നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവുമല്ലേ. സോ അത് തന്നെയാണ് അതിന്റെ കാര്യം. അപ്പൊ നമുക്ക് ഈ ഹാപ്പിനെസ് പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ലൈഫിലുണ്ടായ ഏറ്റവും നല്ലൊരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരു മൊമെന്റ്സുകളോ? വല്ലാത്ത ചോദ്യം. ഫസ്റ്റ് തന്നെ കട്ടി ചോദ്യം. ഡയറക്റ്റ് ആണ്. ഒരുപാട് സന്തോഷങ്ങളും മൊമെന്റ്സും ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോ അങ്ങനെ ഇപ്പൊ എന്താ പറയുക, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 10-20 വർഷമായി. അപ്പൊ സോ മെനി സന്തോഷങ്ങൾ. അതന്നെ ഒരു സന്തോഷമായിരുന്നല്ലേ 20 വർഷം. അത് തന്നെ 20 വർഷം. അതെ, 20 വർഷം കിട്ടിയില്ലോ, അത് തന്നെ വലിയൊരു സന്തോഷം. ഇപ്പൊ 20 വർഷമായപ്പോഴേക്കും ഞാൻ എന്താണ്ട് ബ്രോഡാഡിയോ തഗ്ഗൊക്കെ ആക്കി അല്ലേ? അല്ല, ചേട്ടൻ അറിയപ്പെടുന്ന തന്നെ ഇപ്പം ധ്യാൻ ചേട്ടൻ കഴിഞ്ഞാൽ കേരളത്തില് ഇപ്പൊ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതെ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. മെച്ചൂരിറ്റി കുടുംബങ്ങൾ അറിയപ്പെടുന്നതാണ് ചേട്ടാ. ജീവിത സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആയിപ്പോയതാണ്. അതല്ലേ, നമ്മൾ ഒരുപാട് സന്തോഷങ്ങള് നമുക്ക് ഇന്നത് ചെയ്താൽ സന്തോഷം കിട്ടും, ഇന്നത് ചെയ്താൽ സന്തോഷം കിട്ടും എന്ന് വിചാരിച്ച് ഞങ്ങള് അങ്ങനെ ഒന്നിന്റെയും പുറകെ പോവാറില്ല. നമുക്ക് എന്തുണ്ടോ അത് വെച്ച് സന്തോഷിക്കാൻ. നല്ലൊരു പേരാണ് കിട്ടിയത് തന്നെ അല്ലേ നമുക്ക്, അത്രയും പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ. നിതയുടെ ഭാഗ്യം. എനിക്ക് ഭാഗ്യമില്ല അല്ല, എനിക്ക് ആസ് യൂഷ്വൽ. ഇപ്പൊ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടല്ലേ. എനിക്കൊരു ഗെയിം കളിച്ചോളുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ എനിക്കൊരു ഗെയിം കളിച്ചോളുന്നത് ഒരു ഹെഡ്ഫോൺ ചലഞ്ച്. ഹെഡ്ഫോൺ വെച്ചിട്ടുള്ള ഒരു സാധനം. പണി വരുന്നുണ്ട് അവറാച്ച. മനപ്പൊരുത്താണോ? ഉള്ള പൊരുത്തം നിങ്ങളായിട്ട് കളയരുതല്ലോ. ഇതില് പാട്ട് വെക്കാനായിരിക്കും അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഒക്കെ ഞങ്ങള് പോണതാ. അതെ, നിങ്ങള് പോയി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി അടി ഉണ്ടാക്കാൻ.
ഇപ്പൊ ഗൈസ് നമ്മൾ നടത്താൻ പോണ ഒരു ഹെഡ്ഫോൺ ചലഞ്ച് ആണ്. എന്ന് വെച്ചാൽ ഒരാൾ ഹെഡ്ഫോൺ വെക്കും, സ്ഥിര സാധനം തന്നെ. ഒരാൾ ഹെഡ്ഫോൺ വെക്കും, മറ്റേ ആൾ അതിനെ ആക്ട് ചെയ്ത് ഐ മീൻ പറയും എന്താണ് കേൾക്കുന്നതെന്ന്. റെഡി അല്ലേ? റെഡി. എന്നെ നോക്ക്, അവിടെ 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 എന്നെ നോക്കാൻ, എന്നെ നോക്ക്. കേക്കാം. സൗണ്ട് കൂട്ട്. സൗണ്ട് ഇത് സിമ്പിളാ. ആ റെഡി പറയും. കൺമണി അൻപോട് കാതലൻ പാട്ടാണോ? ആ ഏത് പാട്ടാ പറ. കണ്ണടിയോ? കൺമണി അൻപോട് കൺമണി അൻപോട് കാതലൻ. അത് പിടിച്ച്. ഈ ഗെയിമിന് വേണ്ടി ഞാൻ റോമിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഇനി പറഞ്ഞോ. അപ്പൊ ഗൈസ് അടുത്ത പേരാണ്. പാട്ടാണോ? അടുത്തത് പാട്ടാണോ? അല്ലൊരു വാക്കാണ്. ഓക്കെ കുഴപ്പമില്ല. ഒരു വാക്കാണ്. 2 വാക്കുണ്ട്. എന്താ 2? വാക്ക്. കുണ്ട് കുണ്ട് ഉളിയോ? ഗുണ്ട്. കുണ്ടും കുഴിയും. കുണ്ടും കുഴിയും. അതുട്ടാ കുണ്ട് കുണ്ട് കുണ്ടിയല്ല, കുറി. കുണ്ട്. അതിന് വേറൊരു വാക്ക്. ഗൈസ് നമുക്കിത് സർട്ടിഫിക്കറ്റ്. കുണ്ടും കുഴിയും. പാട്ടാണോ? അല്ല, വാക്ക്. 2 വാക്ക്. Yeah. ഓക്കെ. കുണ്ട് കുണ്ട് കുഴി. കുഴി. കുണ്ട് കുണ്ട് കുണ്ടും കുഴിയും. കുഴി. കുഴി രണ്ടാമത്തെ കറക്റ്റ്. ആദ്യത്തെ വാക്ക് കുണ്ട് കുണ്ട് കുണ്ടും കുഴിയും. കുണ്ടും കുഴി റോട്ടില് ഇത് മാത്രം എനിക്ക് മനസ്സിലാവണില്ല. ഉണ്ടയോ? കുണ്ട് കുണ്ട് കൂ. ആ വാക്ക് പറയാൻ പറ്റില്ല. അത് പറയണ്ട, അതിന്റെ ആദ്യത്തെ പറ. കൂ കൂ. വണ്ടിന്റെ ഇണ്ട. ഞണ്ടില്ലേ ഞണ്ട്. കുണ്ട് കുണ്ട് ഇണ്ട് ഇണ്ട. കുണ്ടും കുഴിയും. പറഞ്ഞേ. കുണ്ടും കുഴിയും. കുണ്ടും കുഴിയും. കുണ്ടും കുഴിയും. അവസാനം പിടിച്ചെടുത്താന്ന് മനസ്സിലാവല്ല. ആദ്യം കാണിച്ചു തന്നെ. അതെ പാട്ട് ചാടിക്കറി അത് പറയരുത്. അതെ അതെ വളരെ. എന്റെ ദൈവമേ. അപ്പൊ അടുത്ത ആൾ എന്തായാലും റോമി. ചെകുത്താൻ. സെന്തില. ചെകുത്താൻ. നേരെ കാണിച്ചെങ്ങനെ? ചെകുത്താൻ. സാത്താൻ. അതിന് വേറെ വാക്ക്. ചെകുത്താൻ. സാത്താനെ മറച്ചിടണം. അല്ല. ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക്. ഞാൻ കാണിച്ചോളെ ഇങ്ങനെ കാണിക്കുന്നില്ല. വെള്ളം. വെള്ളം വെള്ളം. കടൽ കടൽ കടൽ. കടല്. ചെകുത്താൻ നടുക്ക്. ചെകുത്താന്റെയും കടലിന്റെയും മമ്മൂട്ടിക്ക് പഠിക്കണം. നടുക്ക് നടുക്ക് നടുക്ക്. മുറിക്കാം. നടുക്ക് നടുക്ക്. ചെകുത്താൻ. സാത്താൻ എന്ന് പറഞ്ഞില്ലേ നേരത്തെ? ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക്. കടലിന്റെ ചെകുത്താന്റെ നടുക്ക്. അത് തന്നെ. കടലിന്റെ ചെകുത്താന്റെ നടുക്ക്. കാണിച്ചേ. ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക്. ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക്. 1-1-1 വെച്ചിട്ടാണ് പോകുന്നത്. കേൾക്കുന്നുണ്ടായിരുന്നു? ഒരു ജാതി ഞാൻ ആ പാട്ടിൽ ശ്രദ്ധിക്കണം. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റാത്ത പണി 2 കാര്യം പറ്റില്ല. അവൻ വീണു. വീണതാണ്. റെഡി? അടുത്ത പോവാ. അപ്പൊ നമ്മളിപ്പോ 1-1 പോവാണ്. അടുത്തത് മമ്മൂക്ക. മമ്മൂക്കയുടെ പടം. മമ്മൂക്ക. പ്രാഞ്ചിയേട്ടൻ. പ്രാഞ്ചിയേട്ടൻ. പ്രാഞ്ചി. മമ്മൂക്ക ദൈവം. മമ്മൂക്ക ദൈവമായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല. ഫ്രാൻസിസ് പുണ്യാളൻ. മമ്മൂക്ക തലക്കനൊന്നുമില്ല. പുള്ളി സിമ്പിൾ മനുഷ്യനാ. മമ്മൂക്കയുടെ പടം. പ്രാഞ്ചി. ഫ്രഞ്ച് ഫ്രൈസാ. പ്രാഞ്ചി പ്രാഞ്ചി. മമ്മൂക്കയുടെ പടം. ദൈവമേ. മമ്മൂക്ക ഫ്രഞ്ച് ഫ്രൈസ് ഏത് പടത്തിലാണ്? ഫ്രാൻസിസ് പുണ്യാളൻ. പുണ്യാളൻ പുള്ളിക്കാരനാ. പുണ്യാളൻ. പുണ്യാളൻ. ഫ്രാൻസിസ് പുണ്യാളൻ. മനസ്സിലായി. പ്രാഞ്ചിയേട്ടൻ. 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 ആൻഡ് ദ സെയിന്റ്. സിനിമ പേരല്ലേ? അതായിരുന്നു. ഇതെല്ലാം നമുക്ക് ഫാൻസിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശരി ചേട്ടാ. ഇവിടെ ഒരു കൺട്രിയുടെ പേരാ. കൺട്രി. ഒരു കൺട്രിയുടെ പേരാ. ചെക്കസ്ലോവിക്യ. ചോക്ലേറ്റ്. ചോട്ട വാക്കാണോ? അല്ല, കൺട്രിയുടെ പേരാ. കൺട്രി ഒരു രാജ്യം. രാജ്യം ഒരു ഇന്ത്യ. ഇന്ത്യ. ഇന്ത്യ ഒരു രാജ്യം. എങ്ങനെ രാജ്യം എന്ന് പറയും?
രാജ്യം, ഒരു കൺട്രി. എന്ത് കൺട്രി അടി ഇവള്? എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ കാണിച്ചെന്താ? അയ്യ അതല്ല, പറയുന്നതും കാണിക്കുന്നതും തമ്മിൽ ബന്ധമില്ല. ഭൂമി ഒരു കൺട്രി, ഒരു രാജ്യം, ഒരു രാജ്യത്തിന്റെ പേരാണ്. രാജ്യത്തിന്റെ പേര്. മനസ്സിലായി. ഓക്കെ അല്ലേ? അതിന് ഇങ്ങനെ കാണിച്ച എങ്ങനെ മനസ്സിലാവും? അത് കഴിയുമ്പോ പറയാം. ചെക്കോസ്ലോവാക്കിയ. ആക്ഷൻ കാണിച്ച എനിക്ക് പേടിയാവണം. കൊണ്ട് മനസ്സിലാവട്ടെ. ചെക്കോസ്ലോവാക്കിയ. ഒന്നുകൂടി പറഞ്ഞേ. ചോക്ലേറ്റ്. സോഡ കോപ്പ. എന്താണ്? ചെക്കൻ. അയ്യോ എന്റെ മോനെ, അത് പറഞ്ഞ് സെറ്റ് ആയല്ലോ. ഒരെണ്ണം കൂടെ ചേട്ടൻ ഡാൻസ് കൂടാ. ഒരു വാക്ക് വേർഡ് നമ്മളെ മരിച്ചു കിടക്കൂലേ, അപ്പൊ തലയുടെ മുകളിൽ ഇങ്ങനെ പറയാൻ പറ്റിയ നിതയ്ക്ക് കമ്പിത്തിരി പൂത്തിരി കത്തി. ഓ എന്റെ ദൈവം, എന്റെ തലയുടെ മുകളിൽ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേ ചന്ദനത്തിരി വയ്ക്കൂലേ ഇവിടെ. നിതയുടെ തലയില് പൂയിരിഞ്ഞ ഇപ്പൊ എങ്ങനെ കാണിക്കണേ ഞാൻ? ഇങ്ങനെ ഒരു സാന്തി ഇങ്ങനെ പുക പോകും. ഇങ്ങനെ 2-3 കുത്തിയേക്കും നമ്മളിങ്ങനെ. എന്നിട്ട് ഇതിന് ഇങ്ങനെ കമ്പിത്തിരി പൂത്തിരിയാ അല്ല. എത്ര വാക്കുണ്ട് നിങ്ങളുടെ വാക്കിൽ? എത്ര അക്ഷരം? ഇത് കളഭം. അതിന്റെ വേറെ വാക്ക് ചന്ദനത്തിരി. ഇവിടുന്ന് ഇങ്ങനെ പൊങ്ങണം. മരിച്ചു കിടക്കുമ്പോ തലയുടെ മുകളിൽ ഇങ്ങനെ ചന്ദനത്തിരി ഇങ്ങനെ. ഭയങ്കര ഐഡിയ ചങ്ങാതി. ഈ ഒരു വേർഡിന് ഇത്രയും നല്ല ആക്ടിങ് വേറെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇത് എന്തുട്ടെ കമ്പിത്തിരി പൂത്തിരി കത്തിക്കുന്ന രസമാണ്. അത് ഞാൻ മരിച്ചു കിടക്കണം. ഞാൻ ശവാസനാണോ? ഓക്കെ, താങ്ക് യു. ഇവിടെ അല്ല, ചത്ത് കിടക്കുമ്പോ ഇതോടെ ആരാ പറഞ്ഞത്? മുകളിലെ തലയില വെക്കണെന്ന് ആരാ പറഞ്ഞേ? അല്ല, ഞാൻ സൈഡിലൊക്കെയാണ് വീട്ടിലൊക്കെ പോകുമ്പോ ചന്ദനത്തിരി മുകളിൽ ഇങ്ങനെ പോകാം. തലയിൽ വെച്ചാൽ മതി. തലയില് ഈ ഭാഗത്തായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പറഞ്ഞാ കേക്കൂല, അതുകൊണ്ട് ഇങ്ങനെ തലയില് എന്ന് പറഞ്ഞ. അയ്യോ, അതിന്റെ ഇടകളെ വേറെ കാണിച്ചു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മേന്നൊക്കെ നാണ്ട് ഞാൻ ഇങ്ങനെ വെറലങ്ങ മാറിപ്പോയോ? ചേച്ചി ഈ സീരിയൽ കണ്ടിട്ട് ഇപ്പൊ വില്ലത്തിയായിട്ടൊക്കെ വന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ കാണും, ഇവരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. ഇവരൊക്കെ ഇത് കൈ കിട്ടി ഇടിക്കും, ഉറപ്പാ. കൈ കിട്ടി അടി ഉറപ്പാണ്. ചേച്ചിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇതിലോട്ട് വന്ന സമയത്ത്? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് സ്ക്രീനിൽ കണ്ടാലും എന്തുണ്ടെങ്കിലും നമുക്ക് ആദ്യം മെസ്സേജുകൾ വരും കുറെ. നിങ്ങൾ ഇത്ര ദുഷ്ടയാണോ? ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ വെറുതെ ഭാര്യ എന്നാണല്ലോ. വെറുതെ ഭാര്യയിൽ ഉണ്ടായിരുന്നപ്പോ നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ടയല്ലായിരുന്നല്ലോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആദ്യം വരുന്നത്. ഇതേപോലെ പല പരിപാടികൾക്ക് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇച്ചിരി പ്രായമായ ചേച്ചിമാരോ അല്ലെങ്കിൽ അവരൊക്കെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയും, ഓ ഇത്ര ദുഷ്ടത്തരമൊക്കെ കയ്യിലുണ്ടായിരുന്നൂലേ എന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോ നമുക്ക് ശരിക്കും ഭയങ്കര സങ്കടമാവും. പക്ഷെ പിന്നെ ആലോചിക്കുമല്ലോ, ഞാൻ ഇതോട് പറഞ്ഞത് ഇത് അതൊരു അപ്രീസിയേഷൻ ആണ്. ആ ക്യാരക്ടർ അത്രയും നിതയുടെ ആ ക്യാരക്ടർ അത്ര അവരിലേക്ക് കയറിയതുകൊണ്ടാണല്ലോ. അപ്പൊ സോ നെഗറ്റീവ് ചെയ്യാനും ഒരു ഇത് വേണം. അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ ആശ്വസിക്കും. ചേട്ടൻ എന്തിനും പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇങ്ങനെ ചെയ്യണം, അത് മോശം? എല്ലാം പറഞ്ഞു കൊടുക്കണേ, ഞാനാണ് ഇതിന്റെ ആള്. കിടക്കുന്നു. അതെ അതെ, എല്ലാം പ്രോമേ പറഞ്ഞു തരണേ. അതെ അതെ, ആ ഒരു സപ്പോർട്ട് ഭയങ്കരല്ലേ നമുക്ക്. ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ. അല്ലല്ല, നിത ആക്ച്വലി ഫസ്റ്റ് നിതയ്ക്ക് നെഗറ്റീവ് ക്യാരക്ടർ കിട്ടിയപ്പോ നിത അയ്യോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാ. നിത ആദ്യം ഇതൊക്കെ ഇങ്ങനെ അന്വേഷിക്കും ഭയങ്കരമായിട്ട്, ഇത് എന്താ ക്യാരക്ടർ, എന്താ സംഭവം എന്ന് ചോദിക്കും. അപ്പോൾ നിത അങ്ങനെ ചിന്തിക്കണ്ട, ഏത് ക്യാരക്ടർ നമ്മുടെ കയ്യിലേക്ക് വന്നാൽ അത് ചെയ്യാന്നുള്ളതല്ലേ. നിതയ്ക്ക് ക്യാരക്ടർ കിട്ടിയിട്ട് എനിക്കിത് കിട്ടാഞ്ഞിട്ട് അടിക്കാനൊക്കെ ഈ ഇടയ്ക്ക് നമ്മളൊരു തിയേറ്ററിലൊക്കെ വന്നിട്ട് ഒരു വില്ലത്തെ ഒരു അമ്മ വന്നിട്ട് കേറി എടുത്തിട്ട് ഇടിക്കുക. അതില്ല, പക്ഷെ നമ്മുടെ അടുത്ത് പറയും എനിക്കൊന്ന് ഇടിക്കാനൊക്കെ തോന്നണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങള് നിതേനെ ഈ വില്ലത്തി മാത്രമായിട്ടല്ലല്ലോ കണ്ടേ. അതിക്ക് മുമ്പ് ഞങ്ങൾ റീൽസ് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ വെറുതെ എല്ലാ ഭാര്യയിൽ കണ്ടിട്ടുണ്ട്. അവിടെ മുതൽ നമ്മുടെ ഡിഫറെന്റ് നമ്മൾ എന്താണെന്നുള്ളതും ഇത് അഭിനയിക്കുകയാണെന്നുള്ളതും. സിനിമയിലാണെങ്കിലും പറഞ്ഞ പോലെ ടീച്ചറായിട്ടും പോലീസായിട്ടും എല്ലാത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഒരു വില്ലത്തി അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് അറിയാം. എനിക്ക് മാത്രമാണ് അതിന്റെ സത്യം അറിയുള്ളൂ. ഇങ്ങനെയുള്ള ക്യാരക്ടർ നമ്മൾ വില്ലത്തി ആവാതെ രക്ഷയില്ല, പിടിച്ചിരിക്കണ്ടേ. അതെ, പക്ഷെ ഈ ചേട്ടൻ നാക്കുകൊണ്ടാണ് പോരാടുന്നത്. ഭയങ്കര പോരാട്ടം മോനെ. ഞാൻ മാത്രമല്ല കേട്ടോ,
എന്റെ 2 ജൂനിയേഴ്സും ഉണ്ട് എനിക്ക്. അവരും ഞങ്ങൾക്കല്ലേ അറിയാവൂ. രണ്ടുപേര് ഇപ്പൊ ഒരാളുണ്ട് ഇവിടെ, ഒരാള് പഠിക്കാൻ ഹോസ്റ്റലിലാണ്. ആള് ബിടെക് സെക്കൻഡ് ഇയർ ആണ്. ഹോസ്റ്റലിലാണ്. മോനിപ്പോ എന്താ പഠിക്കാണ്? രണ്ടാമത്തെ ആള് +1 +1 ഇപ്പൊ എക്സാം ടൈം ആണല്ലേ. ഞാൻ വന്ന സമയത്ത് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു, ഇവിടെ അങ്ങ് നിക്കരുത്, നേരെ പോവാ, വെള്ളം കുടിക്കാ, പഠിക്കാതിരിക്കുക. അല്ല, നമ്മളിങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമ്പോ അവരുടെ കാര്യങ്ങളൊന്നും തടസ്സപ്പെടരുതല്ലോ എന്ന് ചോദിച്ചിട്ടാ. ഇപ്പൊ നമ്മൾ റീലിലോട്ടൊക്കെ വന്നു, സ്റ്റാർട്ടിങ്ങിലെ റീലിലും കാര്യങ്ങളിലൊക്കെ വന്നു. എവിടുന്നാണ് ഈ ഒരു ഐഡിയ? നമുക്കിപ്പോൾ ഒന്നത് നമ്മൾ അത്യാവശ്യം പ്രൊഫഷണൽ ചെയ്യണമെങ്കിൽ ബിസിനസ് കാര്യങ്ങളിലോട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റീലിൽ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഐഡിയ വന്നത്? അതും കൊണ്ട് എന്തെങ്കിലും ട്രോളുകളോ കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? വന്നിട്ടുണ്ടോ നേരത്തെ? ഏറ്റവും ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് വെറുതെ അല്ല ഭാര്യ. വെറുതെ അല്ല ഭാര്യയിലാണല്ലോ നമ്മളൊന്ന്. അപ്പൊ അതിനുശേഷം കോവിഡ് അല്ലേ, കോവിഡ് കാലത്താണ് ഞങ്ങൾ ഈ റീൽ പരിപാടി. കോവിഡ് കാലത്ത് വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള് വീട്ടിലിരുന്ന് അങ്ങ് വല്ലാണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ ടിക്ടോക്ക് സംഭവത്തിലേക്ക് വരുന്നത്. അന്ന് ടിക്ടോക്ക് ആയിരുന്നു എല്ലാരും ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇത് എല്ലാവരും ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് അതുപോലെ ചെയ്യാൻ. പക്ഷെ നമുക്ക് പറ്റുമോ? ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലാണ് കണ്ടോണ്ടിരുന്നിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 4 പേരും ഈ 42 ദിവസം 41 ദിവസം നമ്മള് ആ സമയത്ത് നമ്മള് വീട്ടിൽ പെട്ടുപോയ സമയത്ത് ഫാമിലിയെ എന്ന് പറഞ്ഞാൽ നമ്മള് എന്റർടൈൻ ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻഗേജ്ഡ് ആയിട്ടിരിക്കാന്നുള്ളത്. അല്ലെങ്കിൽ 4 പേരും അവരവരുടെ ചെയ്തു തുടങ്ങി. അതിന് ഇട്ട് കഴിഞ്ഞ് ഭയങ്കര റെസ്പോൺസ് വന്നു തുടങ്ങി. ഭയങ്കര റെസ്പോൺസ്. നിങ്ങൾ ഇത്ര നാൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി. സോ ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു രസം. അപ്പൊ അങ്ങനെ ഞങ്ങൾ റീൽസ് കുറെ ഇട്ടു. അത് ഇങ്ങനെ ഭയങ്കര ഫോളോവേഴ്സ് ആയി തുടങ്ങി. ആ സമയത്ത് ടിക്ടോക്ക് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴാണ് റീൽസ് വന്നു തുടങ്ങിയത്. അപ്പൊ അതിലൊന്ന് ട്രൈ ചെയ്തു. അതും ഇതേപോലെ തന്നെ ആൾക്കാർ ഫോളോ ചെയ്ത് പറയണോ ഇപ്പൊ ഇന്ന് ഇവിടെ വരെ റീൽസ് ഞങ്ങൾ ഇവിടെ എത്തി. ശരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കായിരുന്നു ഏറ്റവും നല്ല ആക്ടർ ആകണം, അല്ലെങ്കിൽ ആക്ടിങ്ങിലോട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാള്? അങ്ങനെ ഞങ്ങളിൽ അങ്ങനെ ആക്ടർ അല്ലെങ്കിൽ ആക്ടിങ്ങോ അങ്ങനെ തുടങ്ങിയതാരാണ് ഈ റീൽസ് ചെയ്യാം? അല്ലെങ്കിൽ ഞാൻ എന്തായാലും അവസരം കിട്ടിയതില്ല. ഞാൻ കോളേജിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. Oh my God. ഞാൻ കോളേജില് ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. ഞാൻ സ്കൂളില് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ആയിട്ടില്ല. പക്ഷെ ഒരുപാട് സമ്മാനങ്ങൾ അവിടെ ശ്രമം തുടങ്ങിയത്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ പറയണ്ടേ, എനിക്ക് സ്കൂളിൽ റീൽസ് ചെയ്തു തുടങ്ങിയത് ഞാനാണ്. ചോദിച്ചത് ഈ അഭിനയത്തിന്റെ മോഹം എവിടെ നിന്ന് വന്നു, അപ്പൊ പാഷൻ എവിടെ നിന്നാ ഉണ്ടായെന്നുള്ളത്. അതെ അതെ, ശരിക്കും നിങ്ങൾ ഒരേ കോളേജിൽ കൂടെ ആണല്ലേ? പഠിച്ച് മാസ്റ്റേഴ്സ് ചെയ്തത് ഒരു കോളേജിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ വെളിയിൽ വെച്ച് കാണുന്ന സമയത്ത് ശരിക്കും കാണാൻ നിങ്ങൾ നേരത്തെ ഭയങ്കര പ്രണയിച്ച് ഭയങ്കര ഡെപ്തിൽ, ഐ മീൻ ആ ഒരു ബോണ്ട് ഭയങ്കര റീൽസ് വഴി ഞങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു നന്നായി, റീൽസ് വഴി എടുത്ത് പറഞ്ഞത്. അല്ല 2 ദിവസം കൂടെ നിൽക്കുകയാണെങ്കിൽ അല്ല, നമ്മൾ കാണുന്ന റീൽസ് ആണല്ലോ കൂടുതൽ. പക്ഷെ ആ കോളേജിൽ അന്ന് തോന്നിയിട്ടുണ്ടോ നമുക്ക് നേരത്തെ ഈ കോളേജിൽ കണ്ടുമുട്ടണമായിരുന്നു എന്ന്? കോളേജിലൊക്കെ കണ്ടുമുട്ടി ഒരു പ്രണയിച്ച് അത് തോന്നിയത് 60 പോയേനെ. അല്ല ചേട്ടൻ അപ്പോഴാ കോളേജിൽ അത്രയും ത്രൂ ഔട്ട് ഉണ്ടായിട്ട് ചേട്ടൻ ഞാൻ പാസ് ഔട്ട് ആയതിനു ശേഷമാണ് നിത ജോയിൻ ചെയ്തത്. പാസ് ഔട്ട് ആയതിന് MBA ഫ്രോമി പാസ് ഔട്ട് ആയതിനു ശേഷമാണ് ഞാൻ അവിടെ MSc IT പഠിക്കാൻ. സെയിം ഇയറിൽ തന്നെ ഞാൻ പാസ് ഔട്ട് ആയ ഇയറിൽ നിത ജോയിൻ ചെയ്തു. അല്ല, അപ്പൊ അവിടെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു? എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു നാക്കുള്ള ഒരാൾക്ക് അതിന് ചോദിച്ചു നോക്കി അതൊക്കെ അറിയായിരുന്നു. അതായത് നമ്മളവിടെ പഠിക്കാൻ ചെല്ലുമ്പോ റാഗിങ്ങിന്റെ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോ ഇതിന് മുമ്പത്തെ വർഷത്തെ ഉണ്ടായിരുന്ന ഭയങ്കര കെങ്കേമായിട്ടുള്ള ആൾക്കാരുടെ വിശേഷങ്ങൾ നമ്മൾ കേൾക്കൂലോ. അങ്ങനെ ഒരു ഫാനായി മാറിയതാണ് അദ്ദേഹം. അത് പറയൂല. കെങ്കേമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മിടുക്കൻ തല്ലിപ്പൊളികളായ പിള്ളേര്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ റാഗിങ്ങിന്റെ ആശാമാരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ആത്മീയതയുടെയും ശാന്തതയും ശീലന്റെയും പരിപാടിയിലൂടെ പോയിരിക്കണം. റാഗിങ് അല്ല, ഇങ്ങനെ പേടിപ്പിക്കുകയും ചെയ്യില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ ഒരു ഫാനായി മാറി എന്നെ കാണണം. ചേട്ടാ സ്വപ്നം കണ്ടു നടക്കാറുണ്ടല്ലേ? പക്ഷെ കല്യാണത്തിനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചേട്ടന്റെ പേര് കേട്ടിരുന്നു അവിടെ. ഞാൻ കോളേജ് പഠിക്കുമ്പോ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ കേട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സമയത്തത്തെ സീനിയർ ആയിട്ടുള്ള ചേച്ചിമാരിങ്ങനെ അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ആ കഥ ചേച്ചിമാരുടെ അനുഭവം പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ടാവും. നല്ല അഭിപ്രായമാണോ? ദുഷ്ടനായ ഒരു അങ്കമാലിക്കാരൻ എന്നാണ് അവര് പറഞ്ഞത്. ഒരിക്കലും പറയില്ല, എന്നെ പറ്റി ആരും പറയില്ല അങ്ങനെ. അല്ല, അപ്പൊ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളെനിക്ക് അറിയില്ലല്ലോ. പിന്നെ കല്യാണാലോചനയൊക്കെ വന്നപ്പോ ഇത് ആ കോളേജിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടോ
നീ അല്ലടാ അത്. അപ്പൊ ആ മുൻവിധിയോടെ കൂടിയാണ് പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ചെന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങക്ക് പെണ്ണ് കാണാൻ വന്നപ്പോ പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ല സംസാരിക്കാൻ. ഞങ്ങള് ഫുൾ കോളേജിലെ കാര്യങ്ങളാ പറഞ്ഞേ. അല്ല അപ്പൊ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ആള് അധ്യമാനം തന്നെ പഠിച്ചു. അപ്പൊ ഞാനും അധ്യമാനം അപ്പൊ ആണോ, അപ്പൊ ഞങ്ങൾക്ക് സംസാരമായി, ഞങ്ങൾ ടെൻഷനൊക്കെ മാറി. ആ സാറ് ആ പഠിപ്പിച്ചിട്ടുണ്ട്, സാറുണ്ടോ ഈ ഇവിടെ സാറുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ടോക്സ് ആയിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴാണ് അതിനകത്ത് ഷിറ്റ് ഇത് കല്യാണാലോചന വരുന്നല്ലേ. അല്ല ഞാൻ പ്രോമിയുടെ എന്റെ ഫസ്റ്റ് പെണ്ണാണല്ലായിരുന്നു. ഫസ്റ്റ് പെണ്ണാണല്ലാണിത്. അതുകൊണ്ട് പുള്ളിക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരു പെണ്ണിനെ ഒപ്പിച്ച് തന്നിരിക്കണല്ലേ. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പച്ചനും അമ്മയൊക്കെ ഇരിക്കണു, നിത വന്നിരിക്കുന്നു, ഞാൻ എന്ത് സംസാരിക്കണോന്നുള്ളൊരു എന്ത് ടെൻഷൻ സംസാരിക്കണം. ഉണ്ടല്ലോ. പക്ഷെ അപ്പോഴേക്കും അധ്യമാൻ വന്ന് കയറി. കോളേജിന്റെ പേരാണ് അധ്യമാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. പിന്നെ ഞങ്ങൾ പിന്നെ ടോപ്പിക് അതായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ആള് പോയി എങ്ങനെയുണ്ട് മോളേന്ന് അമ്മയോ അമ്മ ഞാൻ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാനങ്ങ് ചെന്നപ്പോ അമ്മ ചോദിച്ചു, മോൾ എങ്ങനെയുണ്ട്, ആളെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്കും ഇഷ്ടമായില്ല, ഭയങ്കര ചാടയാന്ന് പറഞ്ഞു. ശരിക്കും എന്റെ അപ്പന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇങ്ങനെ കൊണ്ട് തന്നെ കെട്ടിക്കണം. പക്ഷെ മോചന്റെ കണ്ണാലെ പറയത്തില്ല ജാടയാണെന്നോ, അല്ലെങ്കിൽ അത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പെണ്ണുകളായിരുന്നല്ലോ, അതിന്റെ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും ആളിന് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് വർത്താനം പറയുന്നു. പുള്ളിക്കാരിയുടെ ഉള്ളില് മറ്റേ സൽമാൻ ഖാൻ സിക്സ് പാക്ക് ഇങ്ങനെ ഇരിക്കണ ആളൊക്കെ ആയിരുന്നു. ഞാൻ വന്നപ്പോ പാവം നോ സിക്സ് പാക്ക് വേണ്ട, അതിഷ്ടല്ല. കുറച്ച് ജാട കുറച്ച് മതിയല്ലേ. അല്ല സംസാരിക്കുമ്പോ നമ്മുടെ അടുത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് ഓ ആണല്ലേ ഓ അങ്ങനെയൊക്കെ സംസാരിക്കില്ലേ. പിന്നല്ലാണ്ട് പറ്റുമോ? അതും ആദ്യത്തെ പെണ്ണാണല്ലേ. അങ്ങനെയല്ല, നമ്മളോട് സാധാരണ പെണ്ണ് കാണാൻ വരുമ്പോ ചോദിക്കുന്ന കുറെ ലീഷ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെന്താ അപ്പൊ ഇതിന് കുറെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടോ ആൾക്കാര്? ഞാൻ ഫസ്റ്റ് പെണ്ണാണല്ലോ, പുള്ളിക്കാരുടെ 56-ാമത്തെ. എന്താ പ്രശ്നം എന്ന് പറയട്ടെ, എനിക്കല്ല പയ്യനെ ഇഷ്ടപ്പെടാത്ത, എന്റെ അപ്പനായിരുന്നു. എന്റെ അപ്പച്ചന് ആരും ഇഷ്ടപ്പെടൂല. മറ്റേ സിനിമയില് ബിജുമേനും പറഞ്ഞല്ലേ, എനിക്ക് പെണ്ണ് കെട്ടിക്കൂടാന്ന് ചോദിക്കുമ്പോ കെട്ടിക്കൂടെ. അതില്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തിനു പറയണോ, നിതയുടെ ഫാദർ എന്നോട് ചോദിച്ചാൽ എന്റെ മോക്കൊരു ജീവിതം കൊടുക്കും, ഓ പ്ലീസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്നാ. അല്ല അങ്ങനെയല്ല, ഇതിനുശേഷം അപ്പൊ വേറെ പെണ്ണാണ് അപ്പൊ തന്നെ. അല്ല ആക്ച്വലി ഞങ്ങളുടെ കല്യാണ ആലോചന ഭയങ്കര രസമാണ്. അതായത് ആദ്യം കല്യാണാലോചന വന്നു, ആദ്യത്തെ പെണ്ണ് കാണലായിരുന്നു. പ്രോമി വന്നു, കണ്ടു. അപ്പൊ കണ്ടപ്പോ പ്രോമിക്ക് ഒരു സംശയം, അപ്പൊ ഇത് വേണോ വേണ്ടിയോന്ന്. കാരണം ഇതിലും നല്ല പെങ്കൊച്ചുങ്ങളെ കിട്ടും, ഇതിലും നല്ല പിന്നെ ഒഫീഷ്യലി കിട്ടുന്ന അവസരമാണ്. അത് മുതലെടുക്കാൻ വേണ്ടി ഈ കശ്മലൻ വീണ്ടും ഒരുപാട് പെൺപിള്ളേരെ കാണാൻ പോയി. പക്ഷെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആദ്യത്തെ തന്നെ. അല്ല പക്ഷെ ഞാൻ ചേട്ടനോട് നിൽക്കുന്നത് കാരണം നമുക്ക് കാരണവന്മാരുടെ എല്ലാവരുടെയും പെർമിഷനോടെ നമുക്ക് ഒഫീഷ്യലി നമുക്ക് പോയി പെണ്ണ് കാണാൻ പറ്റുന്ന സംഭവം. അത് ഫസ്റ്റ് തന്നെ പോയി ഞാൻ അത് തന്നെ പറഞ്ഞു ഓക്കെ നമുക്ക് കുറച്ചുകൂടി നല്ല ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണാലോചനയുടെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. ഇത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോ അപ്പൊ എന്റെ അപ്പച്ചൻ ഇങ്ങനെ ഒരു കല്യാണാലോചനയുടെ നടത്തുന്ന സമയത്ത് ഒരു പത്രത്തിലൊരു പരസ്യം കണ്ടു. അപ്പൊ അതിലിങ്ങനെ അങ്കമാലി MBA പഠിച്ച പയ്യൻ കല്യാണാലോചന ക്ഷണിക്കുന്നു പറഞ്ഞ് കണ്ടു. അപ്പൊ അത് കണ്ടപ്പോ അപ്പച്ചൻ സത്യം പറയാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പച്ചന്റെ കുറെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. പഠിച്ച ആളായിരിക്കണം, അങ്ങനെ കുറച്ച്. അപ്പൊ അപ്പച്ചന് അത് വെച്ച് അപ്പച്ചൻ വെറുതെ ഒന്ന് എന്റെ ഫോട്ടോ വെച്ച് അപ്പച്ചൻ അതിന് മറുപടി അയച്ചു. അത് ഇതായിരുന്നു അപ്പച്ചന് അറിയില്ല. അങ്ങനെയല്ല പറയണ്ടത്, അത് മാട്രിമോണി നമ്മുടെ മറ്റേ പേപ്പറിലല്ലോ, ആ സാധനം മാത്രമേ നമ്പർ മാത്രമേ. ഈ കേസ് രണ്ടാമത് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പൊ അങ്ങനെയാണ് അത് പൊട്ടിച്ച് ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് എന്റെ തലയിലാണ്, ഇതാണ് എന്റെ വിധി, ഇതാണ് എന്റെ വിധി. എന്റെ അമ്മ അത് കണ്ട വഴി പറഞ്ഞു, മോനെ ഇത് നമ്മൾ ആദ്യം കണ്ട കുട്ടിയാണ്, ഇതാണ് രണ്ടാമത് നമ്മൾ വിളിക്കുന്നു, ചെല്ലുന്നു, ഞാൻ കൈയും കാലും പിടിച്ച് കെട്ടിച്ചു തരൂ പ്ലീസ്. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു പോയതല്ലേ? പറഞ്ഞില്ലല്ലോ, അല്ല വേണ്ടാന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയില്ല. നമ്മള് നമ്മുടെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞോളൂ. അന്ന് എന്റെ ചേച്ചീനെ കല്യാണം കഴിച്ചേക്കണത് തൃശ്ശൂർക്കാണെങ്കിലും ആള് അമേരിക്കയിലാണ്. അപ്പൊ അപ്പച്ചന് പറയാൻ കാരണം എന്നെ എന്തായാലും ദൂരത്തേക്ക് കല്യാണം കഴിക്കില്ല എന്നുള്ളത് അപ്പച്ചന്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ അങ്കമാലിന്ന് കണ്ടപ്പോ പെട്ടെന്ന്. അപ്പൊ അങ്ങനെ എന്തിനു പറയണു, ലാസ്റ്റ് ചിറ്റിക്ക് ഇറങ്ങി തലയിൽ വരേണ്ടത് വരുന്നു, പെടേണ്ടവർ പെടുന്നു. പക്ഷെ ഇവര് കിടൽ ലൈഫ് അല്ലേ, സാധാരണ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ജീവിക്കണ പോലെ തന്നെ ഞങ്ങളും ജീവിക്കണം. പ്രത്യേകിച്ച് ഒരു അനുഗ്രഹമാണ്, ദൈവത്തിന്റെ അനുഗ്രഹം. വി ആർ ഹാപ്പി ആൻഡ് വി ആർ ബ്ലെസ്ഡ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഫുഡ് കഴിച്ചില്ലല്ലേ ഇന്ന്? എന്തോ തല തിരിഞ്ഞു പോയി. എന്തെങ്കിലും തരില്ലേ? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.